Dear students, ഇന്നലെ നമ്മൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഷോർട്ട് ഫോം DI&C ആണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, DIC എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുക, DIC. അപ്പോൾ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DIC എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കേരള സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് ഓരോ ഇൻഡസ്ട്രീസിലും 14 ഇൻഡസ്ട്രീസിലും ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിന്റെ ഓഫീസസും പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ DIC തൃശ്ശൂർ കളക്ടറേറ്റിനടുത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ DIC എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ MNCസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാ തരം പ്രവർത്തനങ്ങളും ത്രൂ ഇവരിലൂടെയാണ് പോവുക. അപ്പോ DICയുടെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്സിന് വരാറുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനെ നടത്താം. അപ്പോ DICസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇറ്റ് വാസ് launched on 1st May 1978. The main thrust of this program is an effective promotion of cottage and small industries widely dispersed in rural areas and small towns. റൂറൽ ഏരിയാസിലും സ്മോൾ ടൗൺസിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ ഇൻഡസ്ട്രീസ്, ഇതിൻ്റെയൊക്കെ പ്രൊമോഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അണ്ടർ എ സിംഗിൾ റൂഫ് ഓഫ് DIC, all the services and supports required by small and village entrepreneurs are provided. ഇനി നമുക്ക് DIC has each district has DIC at its headquarters. The main responsibility of DIC is to act as a chief coordinator and multifunctional agency in respect of various government departments and other agencies. ഇനി നമുക്ക് DICസിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. 11 ഫങ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ DIC എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ്, അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കാം. DIC identify and development new entrepreneurs to set up industries by conducting entrepreneurial motivation program through the district. അപ്പൊ ഒരു ജില്ലയിലെ ഓരോ ജില്ലയിലും DICs ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ജില്ലയിലും DICs അതാത് ജില്ലയിലെ ഇൻഡസ്ട്രീസിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ എന്റർപ്രണറിയൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തി അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് ടെക്നിക്കൽ അഡ്വൈസ് ടു ന്യൂ എന്റർപ്രണേഴ്സ് ഫോർ സെലക്ടിംഗ് പ്രൊജക്ട് സൂട്ടബിൾ ടു ദം. അപ്പൊ ഇൻഡസ്ട്രി തുടങ്ങാൻ താല്പര്യമായി ഇവരെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ പുതിയ എന്റർപ്രൈസ് തുടങ്ങുന്നതിനുള്ള ടെക്നിക്കൽ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാം. പോയിന്റ്സ് മാത്രമേ ഞാൻ സ്ലൈഡിൽ എഴുതുന്നുള്ളൂ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ എല്ലാവരുടെയും. നെക്സ്റ്റ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. SSIക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർബന്ധമാണ്. കാരണം രജിസ്ട്രേഷൻ ചെയ്യുന്നത് നിർബന്ധമല്ല, പക്ഷെ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ അവർക്ക് SSIയുടെ കീഴിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഈ ആദ്യത്തെ ഘട്ടത്തിനെയാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയുക. ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നടത്തി ഒരു 1.5 വർഷം കഴിയുമ്പോഴാണ് ഒറിജിനൽ രജിസ്ട്രേഷൻ നടത്തുക. അപ്പൊ ആദ്യം ആ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലം ഞാൻ ഇത്രയും പറയാം. 2 ഭാഗങ്ങളാണ് ഉള്ളത്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് DIC ആണ്. പിന്നെ അടുത്തത് സ്പോൺസർ ദ ലോൺ അപ്ലിക്കേഷൻസ് ടു സിഡ്കോ. സിഡ്കോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഈ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ബിസിനസിനെ സംബന്ധിച്ചുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാവശ്യമായ ലോൺ അപ്ലിക്കേഷൻസ് ഒക്കെ സ്പോൺസർ ചെയ്യാം. നെക്സ്റ്റ് വൺ പറയുന്നു അണ്ടർ ദ റൂറൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ലോൺ സ്കീം.
The DIC is sanctioning margin money payable to other financial agencies for the purpose of plant and machinery. ഇപ്പൊ നമ്മൾ സ്ഥാപനത്തിന് ആവശ്യമായ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ മേടിക്കുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കുന്നതിന് ഒരു ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ കിട്ടണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ മാർജിൻ മണി ഇല്ലാത്തവർ എന്ത് ചെയ്യും? ആ മാർജിൻ മണി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഇനീഷ്യൽ ക്യാപിറ്റലിനുള്ള സഹായങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നു. അതുപോലെ സ്പീഡി പവർ കണക്ഷൻ. ഏതൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനിപ്പോ നമ്മൾ വീടായാലും ബിസിനസ് ആയാലും ഒക്കെ നമുക്ക് കറണ്ട് കണക്ഷൻ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള SSIയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പവർ കണക്ഷൻ ഒക്കെ തയ്യാറാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അടുത്തത് ഇമ്പോർട്ട് റോ മെറ്റീരിയൽസ് ആൻഡ് മെഷീനറി ആണ്. It make necessary recommendations to the concerned raw material suppliers and issue the required certificate for the import of raw materials and machinery wherever necessary. അപ്പൊ ചില മെഷീനറീസ് നമുക്ക് ലോക്കലി അവൈലബിൾ ആവില്ല, ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ മേഖലയിലൂടെ ഇവരിലൂടെ DICയിലൂടെ ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആവാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വില്ലേജ് ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വില്ലേജ് ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. വില്ലേജ് ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർക്കും കരകൗശല വിദ്യക്കാർക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സബ്സിഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് ലോൺ ആയാലും പവർ എന്ത് തന്നെയായാലും സബ്സിഡി റേറ്റിലെ ആനുകൂല്യങ്ങളില് ഈ രജിസ്ട്രേഷൻ അതായത് SSIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റ് SSI യൂണിറ്റ് ആൻഡ് റൂറൽ ആർട്ടിസൻസ് ടു ഗെറ്റ് സബ്സിഡി സച്ച് ആസ് പവർ സബ്സിഡി, ഇൻട്രസ്റ്റ് സബ്സിഡി ഫോർ എഞ്ചിനീയേഴ്സ്, സബ്സിഡി അണ്ടർ IRDP എക്സെട്ര. നെക്സ്റ്റ് ട്രെയിനിങ് ടു റൂറൽ എന്റർപ്രണേഴ്സ്. റൂറൽ എന്റർപ്രണേഴ്സിന് ആവശ്യമായ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു. And also assist other unit giving training to small entrepreneurs. And last one is the scheme of self-employment for unemployed educated youth for introducing in 1983-84 through DIC. വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് സ്വയം തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, ദാറ്റ് ഈസ് സെൽഫ് എംപ്ലോയ്മെന്റ് ഫോർ അൺഎംപ്ലോയ്ഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത്, അവർക്ക് വേണ്ടിയിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ DIC നൽകുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും DICന്റെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.